ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സിബ്ലിങ്സ് മാത്രമായിട്ടുള്ള ഒരു ഔട്ടിംഗ് വ്ലോഗുമായിട്ടാണ്. കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടുണ്ടായതാണ് നമുക്ക് 3 പേർക്കും മാത്രമായിട്ട് ഇങ്ങനെ പുറത്ത് പോകുക എന്നുള്ളത്. നിങ്ങൾക്കും ഉണ്ട് ഇതുപോലെ സിബ്ലിങ്സ്, ഇതുപോലെ ഫ്രണ്ട്ഷിപ്പായിട്ട് നടക്കുന്നത്, ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ നമ്മുടേതായ ഒരു വൈബായിട്ട്. ഞാൻ ആ കാര്യത്തിൽ വളരെയധികം ലക്കിയാണ്. കാരണം നമുക്ക് ഫ്രണ്ട്സിനെ പോലത്തെ സിബ്ലിങ്സിന് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ യാത്ര വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതെത്ര ചെറിയ യാത്രയാണെങ്കിലും നമ്മുടെ അതേ വൈബിലുള്ള ആൾക്കാരുടെ ഒന്നിച്ച് പോകുകയാണെങ്കിൽ വളരെ ജോയ്ഫുൾ മൊമെൻറ്റ്സ് ആയിരിക്കും. അതെപ്പം മെമ്മറബിൾ ആയിരിക്കും. 2000 years later. സക്സസ്ഫുള്ളി കൊള്ളടിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ 3 പേരും ഒരേപോലെ ബഡ്ജറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരാൾ ഇത്ര കാണുക എന്നുള്ള ലെവലിലായിരുന്നു പോയത്. അതുകൊണ്ട് തന്നെ ആർക്കും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ട്രാവൽ എക്സ്പെൻസ്, ഫുഡ് എല്ലാം എന്നുള്ള ലെവലിൽ 3 പേരും കൂടി ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്യാപിറ്റൽ മാളിലാണ് പോകുന്നത്. അപ്പോൾ ബസ്സിലും ഓട്ടോയിലൊക്കെ ആയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായത്. എങ്കിലും നല്ല അടിപൊളി യാത്രയായിരുന്നു. നമുക്കത്ര വലിയ ബോറായിട്ട് തോന്നിയിട്ടില്ല. ഈ നാച്ചുറൽ എക്സ്പീരിയൻസ് പോലെ അങ്ങനെയാണ് പോയിട്ടുണ്ടായത്. എനിക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും ഇഷ്ടം ഇതുപോലെ ബസ്സിലും ഓട്ടോയിലും ട്രെയിനിലൊക്കെയാണ്. കാരണം കൂടുതൽ എനിക്ക് എൻജോയബിളായിട്ട് തോന്നിയത് ഈ ഒരു മെത്തേഡാണ്. ബസ് ഇറങ്ങിയ ശേഷം നമ്മൾ നേരെ ക്യാപിറ്റൽ മാളിലേക്ക് നടന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് ദൂരമേ ഉണ്ടായിട്ടുള്ളൂ. ആ നടന്നത് വളരെ വേഗത്തിലെത്തിയതുപോലെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം 3 ഒന്നിച്ച് തന്നെ ആയിരുന്നല്ലോ നടന്നിട്ട് പോയിക്കൊണ്ടിരുന്നത്. വെറുതെ അല്ല, ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് വേഗം എത്തിയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ക്യാപിറ്റൽ മാൾ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് എൻ്റെ അനിയന് ഒന്ന് പുറത്ത് പോകാനുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഈ ഫാൻസിയിൽ കയറിയിട്ട് ജസ്റ്റ് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. നല്ല നല്ല കമ്മലും മാലയും വളയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങൾ സാധാരണയായി മയങ്ങി വീഴുമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് കയറിയതാണ്. ഇവിടെ നല്ല നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ പോലുള്ള സംഭവങ്ങൾക്കൊക്കെ പറ്റിയ മാലയും സെറ്റൊക്കെ ഉണ്ട്. അവർ റെൻറ്റിന് കൊടുക്കുന്നതാണ്. അപ്പോൾ നല്ല അഫോർഡബിൾ ബഡ്ജറ്റിൽ തന്നെയാണ് സംഭവം ഉള്ളത്. അങ്ങനെ വെറുതെ ഒന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ സമയം തള്ളി നീക്കുക എന്നുള്ളതായിരുന്നു മെയിൻ ഉദ്ദേശം. അങ്ങനെ അവൻ വരുന്നവരെ നമ്മൾ ഈ മോളിൽ ഇങ്ങനെ ഉരുണ്ട് കളിച്ചു. കാണുന്ന കളക്ഷൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സോറി, ഷോപ്പിൻ്റെ പേര് മെൻഷൻ ചെയ്തില്ല. ഇത് ക്യാപിറ്റൽ മാളിൽ 2nd ഫ്ലോറിലെ മൊണാലിസ എന്ന് പറയുന്നൊരു ഷോപ്പാണ്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം അവൻ വന്നെത്തിയിട്ടുണ്ട്. അങ്ങനെ അവനെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും പയ്യാമ്പലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായത്. പയ്യാമ്പലം നമ്മൾ ഏകദേശം ഒരു 4-5 മണിയായിട്ടുണ്ടായിരുന്നു എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സൺസെറ്റൊക്കെ കണ്ട് അവിടുത്തെ ഉപ്പിലിട്ടതും കച്ചുമൊക്കെ കഴിച്ച് മെല്ലെ വീട്ടിലേക്ക് തിരിക്കാമെന്നുള്ളതിലാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ അവിടുത്തെ സൺസെറ്റൊക്കെ കണ്ടാസ്വദിക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നതൊക്കെയും. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു സൺസെറ്റ് വ്യൂ കാണാൻ. എത്ര വട്ടം കണ്ടാലും മടുക്കാത്തൊരു സംഭവമാണല്ലോ സൺസെറ്റ് എന്നുള്ളത്. ആ ഒരു ടൈമിലുള്ള കാറ്റും ആ ഒരു സൺസെറ്റും പിന്നെ ഈ ഒരു വൈബ് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു സംഭവമാണ്.
അങ്ങനെ ഒരുപാട് നേരം നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുകയും ആ ഒരു കാഴ്ച കാണുകയും കടൽ തീരങ്ങൾ കാണുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഇറങ്ങാൻ നേരത്താണ് നമ്മൾ ഉപ്പിലിട്ടതൊക്കെ കഴിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതിനൊക്കെ ഉപ്പ് പിടിച്ചിട്ടില്ലെങ്കിലും നല്ല മധുരമുണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈനാപ്പിളിൻ്റെ ഉപ്പിലിട്ട നീരും സോഡയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആകുമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ അട്ടർ ഫ്ലോപ്പായ സാധനം അത്. സാധാ പച്ചവെള്ളത്തിൽ സോഡ വെച്ച് കുടിക്കുന്ന ഒരു മുളകും വെള്ളം പോലെ തോന്നിയിട്ടുള്ളൂ. ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഡ്രിങ്ക് ഒട്ടും തൃപ്തിയായിട്ടില്ല. അങ്ങനെ പയ്യാമ്പലത്തെ വൈബ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തന്നെ നമ്മൾ നേരെ പോകുന്ന സീതാപ്പാനിയിലോട്ടേക്കാണ്. സീതാപ്പാനിയിൽ നമ്മൾ ജസ്റ്റ് ഐസ്ക്രീം കഴിക്കാന്നുള്ളതിലാണ് പോയത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഷവർമ്മ വേണമെന്നുള്ളത്. അതുകൊണ്ട് ഷവർമ്മയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. നേരെ നമ്മൾ വീട്ടിലോട്ടേക്ക് തന്നെ പോകുന്നത്. ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി. പിന്നെ അതുപോലെ തന്നെ ഇനിയും എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.